മലപ്പുറം വളാഞ്ചേരിയിൽ +2 വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഇരുമ്പളിയം GSSലെ +2 വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 10ഓളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരാതി. രാത്രി ഒരു 11 മണി 11 കാലിൻ്റെ ഇടയിൽ എനിക്ക് കോൾ ചെയ്തു. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാരാണ്. അപ്പോൾ ഞാൻ സൺഗ്ലാസ് കൊടുത്തിരുന്നു. അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ വണ്ടിയുടെ അവിടെയാണ്, അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്, അവിടേക്ക് പോകാറുണ്ട്. അവിടെ പോയപ്പോൾ ഓല് വടിയും ഇതൊക്കെ പിടിച്ചിട്ടൊരു 10ഓളം ആൾക്കാർ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വടി കൊണ്ട് തലക്കടിച്ചു. അത് കഴിഞ്ഞിട്ട് മുന്നൊന്നും ഇവിടെ നിൽക്കാൻ ഞാൻ മുഖമൊക്കെ പൊത്തി പിടിച്ചപ്പോൾ കൈ രണ്ടും പിടിച്ച് വെച്ചിട്ട് എന്നെ അടിച്ചു. ഇത് കഴിഞ്ഞ കൊല്ലത്തെ എന്തോ ഒരു ചെറിയ ഈഗോ പ്രശ്നം തോറ്റിയാണ്. അത് പിന്നെ ഇങ്ങനെ വലിയതായതാണ്. ഒരു 10-12 പേരുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ അവർ പോയി. അതായത് ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് പിന്നെ അവൻ്റെ സ്കൂളിൽ കൂടെ പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾ തന്നെയാണ്, വേറെ ക്ലാസ്സാണ്. അവർ അറിയുന്ന ആളുകൾ തന്നെ. അവർ വന്നിട്ട് അവന് ഒരു സൺഗ്ലാസ് കൊണ്ടുപോയിരുന്നു. അത് തിരിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ അടിക്കാനുണ്ടായി. ഞങ്ങളറിയില്ല അവന് അങ്ങോട്ട് പോയത്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അവന് വിളിച്ചുകൊണ്ടുപോയി അങ്ങനെ മർദ്ദിക്കാനുണ്ടായത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ല. ചെറിയ എന്തോ ഒരു ഗോസിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ, അവിടെ സ്കൂളിൽ വെച്ചിട്ട്. അതാണ് ചെറിയ കാരണം, അതാണ് പറഞ്ഞത്. ഈ അടിച്ച കുട്ടികൾ തന്നെ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത് പറയണ്ടായി. വളാഞ്ചേരി പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? ടോം, നമ്മൾ മുൻപൊക്കെ കണ്ടിരുന്നത് പോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന വാക്ക് തർക്കം അത് സംഘർഷത്തിലേക്ക് മാറുകയും കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്നലത്തെ സംഭവം എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് കഴിഞ്ഞ വർഷം ഈ കുട്ടിയും ഇപ്പോൾ ആക്രമിച്ച സംഘത്തിലുള്ള കുട്ടികളും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ചില ഗോസിപ്പുകളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു. അതെല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ വരികയും ഈ കുട്ടിയെ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സ്കൂൾ കുട്ടികളും അവർക്കൊപ്പം പുറമേ നിന്നുള്ളവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റു, കണ്ണിന് പരിക്കേറ്റു. ആക്രമം വലിയ തോതിൽ തന്നെ കുട്ടിക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ സൺഗ്ലാസ് തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിപ്പിച്ചാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് ഇവർ പറയുന്നത്, കുട്ടിയും രക്ഷിതാവും പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. +2 ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം പുറമേ നിന്നുള്ളവർ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന സൂചന. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ഹയർ സെക്കൻഡറി ജനുവരി മാർച്ച് സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളിലെ സംഘർഷങ്ങൾ കണ്ടിട്ടുള്ളത്. ഫെയർവെല്ലിൻ്റെ സമയത്തൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു തർക്കത്തിൻ്റെ ബാക്കി അത് ഇത്തവണ ഈ കുട്ടികൾ വീണ്ടും അത് തീർക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതാണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം പലപ്പോഴത്തെ സ്കൂളുകളിൽ കുട്ടികളുടെ കയ്യാങ്കളി അത് മറ്റൊരു തരത്തിലേക്ക് വാർത്തയാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വെച്ചായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അക്രമത്തിനും കയ്യേറ്റം ചെയ്യുന്നതിനൊക്കെയുള്ള വകുപ്പുകളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം കുട്ടിക്കളികൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഈ പിള്ളേർക്കെതിരെ, ഈ കുട്ടികൾക്കെതിരെ അടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ +2 ഒക്കെ കഴിഞ്ഞവർ വലിയ ഉയർന്ന കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിലും വലിയ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ഒരു വാസനയിലേക്ക് അവർ മാറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഇടപെടലുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുമാണ് വേണ്ടത്.